സംഭവം ഞാന് ഇപ്പൊ നാഗൂർക്കും മുത്തുപേട്ടയിൽക്കൊക്കെ പോയിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതന്നെ ഒരു തൊഴിലാക്കിയിട്ടുള്ള ഏർപ്പാടുണ്ടല്ലോ, അത് പാടില്ല. ആ അത് മക്കത്തേക്കാണെങ്കിലും പോകാൻ പാടില്ല. ഒരു ഹജ്ജേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മളോട്, ഒറ്റ ഹജ്ജ്. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. കല്യാണം കഴിച്ചു കൊണ്ടുപോയി 60 പവൻ കൊടുത്തു. കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസമായപ്പോഴേക്ക് 60 പവനും ചെക്കൻ വാങ്ങി. അത് വിറ്റു. ഓനക്ക് ബിസിനസ് നടത്താനാണെന്നും പറഞ്ഞ് ഓൻ ബിസിനസ് നടത്തി. ആരാന്റെ പൈസ കൊണ്ട് ബിസിനസ് നടത്തിയാൽ നേടൂല എന്നുള്ളത് ഉറപ്പില്ല. ഇപ്പൊ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? പൊളിഞ്ഞു. അപ്പൊ നമ്മളെ ആൺകുട്ടികളുടെ ഭാര്യമാര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ പൈസ കൊണ്ട് ചെക്കന്മാരെ കൊണ്ട് ബിസിനസ് നടത്തണമെന്ന് തന്താരായിട്ടുള്ള നമ്മളും വിചാരിക്കരുത്. നമ്മക്കങ്ങനെ നമ്മൾ ആൺകുട്ടികളെ കൊണ്ട് വല്ല ബിസിനസ്സും നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുക. അല്ലാതെ ഓലെ കൊണ്ട് പെണ്ണെട്ടിച്ച് ആ പെണ്ണുങ്ങൾ കൊണ്ടുവരുന്ന ആഭരണം വാങ്ങിയിട്ട് ഓലെ കൊണ്ട് ബിസിനസ് നടത്തിക്കുക എന്നുള്ള എന്താ പറയുക, എരപ്പന്മാരെ ഏർപ്പാട്, അതിന് ഒരിക്കലും നമ്മൾ നിൽക്കരുത്. ഒരു പൈസയും കൊടുക്കരുത്, ഒരു പവൻ സ്വർണം കൊടുക്കരുത്. നമ്മളെ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യവും തുല്യതയും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീടുകളിലൊക്കെ തന്നെ, നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു ബാഗ് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മളുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. എന്നാലേ ഓൽക്കെതിരെയുള്ള പീഡനങ്ങൾ അവസാനിക്കുള്ളൂ. പ്രയാസങ്ങൾ, നമ്മളുടെ എത്രയോ പെൺകുട്ടികൾ കണ്ണീരും കയ്യുമായിട്ട് കഴിയുന്നുണ്ട് പല വീടുകളിൽ. ഞാനിപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞതുകൊണ്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ 60 പവൻ അന്നേ ഇത് ചെയ്തപ്പോൾ ഈ ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞില്ലേ? ഞാൻ പിന്നെ അത് പറഞ്ഞില്ല, ഓലെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു, അതിപ്പോൾ അവിടെ പെരിയിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആഭരണങ്ങളൊന്നും ഇടാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അതവിടെ പെരിയിൽ എടുത്തു വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അങ്ങനെ ഇവളുടെ മുതലും 61 ലക്ഷം രൂപക്ക് വിറ്റു. അതും ഇവൻ ഇത് ചെയ്തു. ഇവനക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ, നാഗൂർ മുത്തുപേട്ട നമ്മൾ ആ ചിന്താവിഷ്ടയായ ശ്യാമളയിലുണ്ടല്ലോ, ശ്രീനിവാസൻ നയിക്കാതെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഊരു ചുറ്റലുണ്ടോ എനിക്ക് എന്ന മൈത്ത പരിപാടിയാണ് സംഭവം. ഞാന് ഇപ്പൊ നാഗൂർക്കും മുത്തുപേട്ടയിൽക്കൊക്കെ പോയിക്കോട്ടെ, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതന്നെ ഒരു തൊഴിലാക്കിയിട്ടുള്ള ഏർപ്പാടുണ്ടല്ലോ, അത് പാടില്ല. അത് മക്കത്തേക്കാണെങ്കിലും പോകാൻ പാടില്ല. ഒരു ഹജ്ജേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മളോട്, ഒറ്റ ഹജ്ജ്. പ്രവാചകൻ മുഹമ്മദ് നബി ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ ജീവിതത്തിൽ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ, ഇങ്ങനെ ഈ ഊര് തണ്ടുന്നത് നിർത്തുക. ഒരു പുരുഷന്റെ ആദ്യത്തെ ബാധ്യത, ചുമതല എന്ന് പറയുന്നത് കുടുംബം നോക്കുകയാണ്. അവനാന്റെ പനിയും മാനും നോക്കുക, അവനാന്റെ ഭാര്യനെയും മക്കളെയും നോക്കുക. ഇത് കഴിഞ്ഞിട്ടേ പിന്നെ ഓനക്ക് വേറൊരു ഉത്തരവാദിത്തമുള്ളൂ. മൂന്നാമത്തെ ഒരു ഉത്തരവാദിത്തം ഇത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മളുടെ നാട്ടിൽ പല ആളുകളും, പല പുരുഷന്മാരും പയ്യന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ഒരു ബോധവാന്മാരാകണം എന്നാണ് ഞാൻ പറയുന്നത്. പൈസ ഒക്കെ നമുക്ക് കൊടുക്കുക, നമ്മളെ സ്വത്ത് നമ്മളെ മക്കൾക്കുള്ള തന്നെയാണ്. അത് നമ്മൾ മരിച്ചതിന് ശേഷം തീർച്ചയായിട്ടും അവർക്ക് തന്നെ കിട്ടും. അത് നമ്മൾ ആദ്യം തന്നെ വെറുതെ കൊടുത്തിട്ട് അത് ആകെ അൽക്കുൽത്താക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.